ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തേത് നമ്മളെ റമദാനുള്ള കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വ്ളോഗ് മുഴുവനായിട്ട് കാണണം. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ക്യാബിനറ്റിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വൃത്തിയാക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അധികമൊന്നുമില്ല, നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് എക്സ്ട്രാ വന്നിട്ടുള്ള പാത്രങ്ങളും പിന്നെ അത്യാവശ്യം വേണ്ട ചില പാത്രങ്ങളും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും ക്ലീൻ ആക്കാനില്ല. പിന്നെ ഹിലുവിനെ ഞാനിവിടെ ടി വി ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്, എന്നാൽ മാത്രമേ എൻ്റെ ക്ലീനിങ് നടക്കുകയുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു ക്ലീനിങ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ നോമ്പിനാണ് കേട്ടോ. ബാക്കി എല്ലാ റൂംസും ഒക്കെ ഞാൻ നേരത്തെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചൺ ഞാൻ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചതായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ഷഫാൻ ഖാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായി. പിന്നെ ഇപ്പം ഇന്ന് രണ്ടാമത്തെ നോമ്പിനാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചെത്തിയത്. അപ്പോൾ പോകുന്നതിൻ്റെ അന്ന് ഞാൻ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആൻറ്റി കോക്രോച്ച് ജെല്ലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ പോയത്. വന്നപ്പോൾ ആകെ ഒരു കോക്രോച്ച് മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ക്യാബിനറ്റൊക്കെ നല്ലോണം വൃത്തിയാക്കണം എന്ന് വിചാരിച്ചു. ഓൾറെഡി യൂസ് ചെയ്ത കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ സ്റ്റെയിനും പിന്നെ കുറച്ച് കേടുപാടുകളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ എത്ര ഉരച്ച് കഴിഞ്ഞാലും വൃത്തിയാവില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. ഈ അപ്പാർട്ട്മെൻറ്റിലെ കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെയാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഈ ഒരു റാക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ ക്യാബിനറ്റും ഓപ്പൺ ആയിട്ടാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല സ്ലൈഡിങ് ഡോറാണ്. അപ്പോൾ അത് കാരണം നമുക്ക് പാത്രങ്ങൾ വെക്കാനും എടുക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റാക്ക് മാത്രം ആയതുകൊണ്ട് തന്നെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഞാൻ ആ ഒരു 4 ടയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് റാക്ക് വാങ്ങിച്ചു വെച്ചിട്ട് അതിനകത്താണ് പാത്രങ്ങളൊക്കെ വെക്കാറ്. ആ റാക്ക് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പാത്രങ്ങളൊക്കെ വെക്കാനും എടുക്കാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ സുഖമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആൻറ്റി കോക്രോച്ച് ജെല്ലൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ കയ്യിലൊന്നും ഇടാതെ ചെയ്തപ്പോൾ ഒരു പേടി കിട്ടുക. കാരണം കെമിക്കലാണ്, അത് സ്കിൻ കോണ്ടാക്റ്റ് ഒന്നും വരുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൗ ഇടാൻ തീരുമാനിച്ചു. ഞാനിങ്ങനെ ലൂസായിട്ട് ഗ്ലൗ വാങ്ങിച്ചു വെക്കാറാണ് കേട്ടോ. അപ്പോൾ ഡിസ്പോസിബിൾ ആകുമ്പോൾ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് കളഞ്ഞാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഞാൻ ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു. നോമ്പിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മെല്ലെ ഫുഡ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എനിക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കി ഫുഡിൻ്റെ പരിപാടിയും ഇഫ്താറൊക്കെ റെഡിയാക്കാനായിട്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണ് കേട്ടോ ഞങ്ങൾ ക്ലിനിക്ക് കഴിഞ്ഞിട്ട് എത്തിയത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ക്ലീനിങ് പരിപാടി തുടങ്ങിയത്. ഇനിയിപ്പോൾ ഇത് തീരണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വൈകുന്നേരം കഴിയും. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇഫ്താറിനുള്ളതൊക്കെ റെഡിയാക്കാൻ. ഇന്നിപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് നോമ്പ് തുറക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ രാത്രി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ ഓരോന്നും എവിടെ വെക്കണമെന്നും എങ്ങനെ വെക്കണമെന്നും എനിക്ക് തീരുമാനിക്കാമല്ലോ. പിന്നെ ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അറേഞ്ച്മെൻറ്റ് മാറ്റും. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അവരൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും പറയും ആകെ കൺഫ്യൂഷനാണ്, ഇന്നലെ വന്നപ്പോൾ ഉള്ള സ്ഥലത്തല്ല ഇന്ന് വന്നപ്പോൾ സാധനങ്ങളൊക്കെ ഉള്ളതെന്ന് പറയും. അത് സത്യമാണ് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ മാറ്റി വെക്കണം. അങ്ങനെ അറേഞ്ച്മെൻറ്റ് ഇടയ്ക്ക് മാറ്റുമ്പോഴാണ് ഒരു ഫ്രഷായ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇനിയിപ്പോൾ ബാക്കി റൂംസും ഫ്ലോറൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം മാറി നിന്നുകൊണ്ട് തന്നെ ഇവിടെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇലൂനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സിങ്ക് ഏരിയയിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഈ ഒരു പൈപ്പ് എക്സ്റ്റൻഷനാണ് അതിൻ്റെ കാരണം. ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മളെ സിങ്കിൽ നിന്ന് എപ്പോൾ പാത്രമൊക്കെ കഴുകുമ്പോഴും മേലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നല്ലതാണ്. ഇങ്ങനെ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജും കൂടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മളന്ന് ബാക്കി വെച്ച് പോയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കണം. പിന്നെ ഡോറും പിന്നെ ഇതിൻ്റെ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജ് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ അധികം വൃത്തിയാക്കാനൊന്നുമില്ല കേട്ടോ. എല്ലാം സ്റ്റോറേജ് ബോക്സിലായതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. ഇനി ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ഇഫ്താറിന് റെഡിയാക്കണം. പിന്നെ ഇവിടുത്തെ കിച്ചൺ ടൈലും കാര്യങ്ങളൊക്കെ കുറച്ച് പഴയതായതുകൊണ്ട് തന്നെ വലിയൊരു ഫ്രഷ്നെസ് ഒന്നും കാണൂല. നമ്മളിപ്പോൾ അത്യാവശ്യം താമസിക്കാനുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിവിടെ കുറേ കാലമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യണം ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മളുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.